പറയട്ടെ, അവന്റെ പേര് എല്ലാവരുടെയും അവന്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. അപ്പൊ ഒരു 6 മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം എന്നെ സപ്പോർട്ടായിട്ട് 6 മാസത്തോളം ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത്. അങ്ങനെ പുതിയ കഥകളുമായി അവൾ വീണ്ടും വരികയാണ് സുഹൃത്തുക്കളെ. അതാരാണെന്നോ? അത് നമ്മുടെ സ്വന്തം സാജിദ തന്നെ. നമ്മൾ മുമ്പൊരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ സാജി പറഞ്ഞിരുന്നു, ഞാനൊരു പുതിയ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. സാജി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതാ ജെൻജോസ് ഫേസ് TV പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഓരോ വീഡിയോയിലും പുതിയ പുതിയ കഥകൾ പറയുന്ന സാജി ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. പക്ഷേ ഷാജിദ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. ഷാജി രണ്ടാമത് കല്യാണം കഴിക്കാൻ വന്നപ്പോഴേക്കും എല്ലാവരും കൂടി അതൊരു വലിയ പ്രശ്നമാക്കി. ആര് പ്രശ്നമാക്കി എന്നാണ് പറയുന്നത്? കൂടുതൽ ആളുകളും സാജിയുടെ സെക്കൻഡ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ചില ആളുകൾ എതിർത്ത് കാണും. പക്ഷേ നമ്മൾ ഇവര് രണ്ടാം വിവാഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 വീഡിയോ ചെയ്തിരുന്നു. അവതാരിക രണ്ടാം വിവാഹത്തെ കുറിച്ച് സാജിയോട് ചോദിക്കുമ്പോൾ സാജിദ അതെ എന്ന് പറഞ്ഞ് തലയാട്ടിരിക്കുകയാണ്. ഇവര് രണ്ടാം വിവാഹം കഴിച്ചതല്ല ഇവിടുത്തെ പ്രശ്നം, നിങ്ങൾ രണ്ടാം വിവാഹം കഴിച്ചതല്ല ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായി നല്ലവണ്ണം അറിയാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിപ്പാണ് പ്രശ്നം. ഓരോ പുതിയ വീഡിയോയുമായി ആളുകളെ പറ്റിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഷാജിദാത്തയുടെ കഥകളെല്ലാമല്ല ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ. ഭർത്താവ് മരിച്ച ശേഷം റൌഫ് എന്നൊരു പയ്യനുമായി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് മഹറിനുള്ള പണമൊക്കെ വാങ്ങിയതായി പറയപ്പെടുന്നു. അതിനുശേഷം ഷറഫുദ്ദീൻ എന്ന് പറയുന്ന മറ്റൊരു പയ്യനുമായി കറങ്ങുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് സാജിയുടെ രണ്ടാം വിവാഹം വലിയ വിവാദമായി മാറുന്നത്. ഒരുത്തനെ തേച്ചിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോവുക എന്നുള്ളതൊക്കെയായിട്ട്. ഏതായാലും നമുക്ക് ഇന്റർവ്യൂയിലേക്ക് വരാം. ഇന്റർവ്യൂവിൽ തന്നെ ഇയാളെ കുറിച്ച്, അതായത് മഹർ വാങ്ങിക്കൊടുത്ത അവനെ കുറിച്ച് യാതൊരു അക്ഷരവും സാജിദ മുണ്ടുന്നില്ല. കല്യാണം കഴിഞ്ഞെന്നുള്ളത് കള്ളം പറയുകയാണ് എന്നുള്ള പഴയ കഥ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് തുടങ്ങുന്നത്. ഈ പ്ലാനോ? അതായത് കല്യാണം എന്നുള്ളൊരു നാടക പ്ലാൻ അത് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഒരു കല്യാണത്തിന്റെ ആ ഒരു വീഡിയോ അതിന് ഇങ്ങനത്തെ കമന്റ്സുകൾ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഞാൻ ചെയിൻ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെയിൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കുറേ കമന്റ്സുകൾ കണ്ടു. അപ്പൊ ഞാനൊരു ബസ്സിലിരുന്ന് ഞാൻ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്നൊരു ഷോർട്സ് ഇട്ടു. ഇനി ആരും എന്നെ വിധവ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പറയണ്ട, എന്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു, നിക്കാ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു. അത് ഇടേണ്ട താമസം അതെടുത്തു. ആ ഷോർട്സ് എടുത്തിട്ട് പിന്നെ അടുത്ത് ഷാജിദ കല്യാണം കഴിച്ചു എന്നുള്ള ആ ഒരു ഇതായി. അത് ശരിക്കും പറഞ്ഞ ഒരു 2 വീക്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ ഈ സംഭവം എടുത്തിട്ടിട്ട്. സാജി പറയുന്നത് ഇങ്ങനെ, വിധവ എന്ന് പറയുന്ന വിളി കേട്ടപ്പോൾ എനിക്ക് സഹിക്ക വയ്യാതെ ഞാൻ പെട്ടെന്ന് ഇട്ടുപോയതാണെന്ന് പോലും. സാജി തന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് കള്ളം പറഞ്ഞതാണെന്നും അവരിങ്ങനെ കല്യാണം പറഞ്ഞു എന്ന് കള്ളം പറയാനുള്ളതായിട്ട് കാരണം പറയുന്നത് അവരുടെ സൈബർ ആക്രമണം കൊണ്ട് തന്നെയാണ്. ഇന്റർവ്യൂവിൽ സാജി തന്നെ വ്യക്തമാക്കി. ഷറഫ് അലി എന്ന കാസർഗോട്ടുകാരൻ്റെ കൂടെ സാജിയുടെ ഫോട്ടോസും വീഡിയോസും വൈറലായിരുന്നു. ഞാൻ 26 വയസ്സുള്ള ചെറുക്കനെ കല്യാണം കഴിച്ചാൽ എന്തോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ ഷറഫ് അലി തന്നെയാണ് പുതിയ ഭർത്താവ് എന്നുള്ള രീതിയിലുള്ള സൂചനയും കൊടുത്തു. പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ പുറത്താണ് കല്യാണം കഴിഞ്ഞത് എന്ന് പറഞ്ഞു. ഇന്റർവ്യൂവിൽ പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് സാജിദ വ്യക്തമാക്കി. ഇന്റർവ്യൂ ഒന്ന് കേട്ട് നോക്കാം. അവന്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. അപ്പൊ ഒരു 6 മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം എന്നെ സപ്പോർട്ടായിട്ട് 6 മാസത്തോളം ഇക്ക മരിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് അവൻ എന്നെ പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് ഫുള്ളി അവൻ സപ്പോർട്ടാണ്. അവൻ സപ്പോർട്ടായിട്ട് ഇക്ക മരിച്ചതിന് ശേഷം ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 6 മാസത്തോളം അവൻ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളിനെ നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ. കാരണം വേറെ ഏതോ ഒരാളിനെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയുന്ന ഒരാളിനെയും, പിന്നെ ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത്. പക്ഷെ ഇത്രയ്ക്ക് മോശം കമന്റ്സുകൾ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇതാവും. പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ എവിടെ പറയണില്ല. പറയേണ്ട ആവശ്യമില്ലല്ലോ. താൻ ഷറഫ് അലിയെ തന്നെയാണ് വിവാഹം കഴിച്ചത് എന്ന് എല്ലാവരും കരുതട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നതായിരിക്കും. മാത്രവുമല്ല ആ ഫോട്ടോസും വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്തതും എല്ലാവരും കല്യാണം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് അവരുടെ കല്യാണം കഴിക്കാൻ വരുന്നവരുടെ ശല്യം സഹിക്ക വയ്യാതെയായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാമായിരുന്നു. അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ കല്യാണ നാടകത്തിൻ്റെ ഒരു ആവശ്യം ഇവിടെ വേണ്ടിയിരുന്നില്ല.
ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് സാജിദ അവരുടെ ബുദ്ധി വെച്ച് ഒരു കള്ളം പറഞ്ഞു. പിന്നെ വീണ്ടും വീണ്ടും കള്ളം പറയേണ്ട അവസ്ഥയാണ് അവർക്ക് ഉണ്ടായത്. അപ്പൊ ശരിക്കും ഇപ്പൊ ഇതൊരു ഡ്രാമ ആയിരുന്നുള്ളത് ഇപ്പൊ തുറന്നു പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ഒരു പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താതിരുന്നത്? കാരണം അല്ല, അവന്റെ ഇമേജ് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെളിപ്പെടുത്താതിരുന്നത്. കാരണം അവനിക്ക് ഒരു ഇമേജ് ഉണ്ടല്ലോ, അവന്റെ കുടുംബം കാര്യങ്ങള് ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു കളിക്ക് നിന്നിട്ട് അവന്റെ ഒരു ഇത് പോവണ്ടെന്ന് പറഞ്ഞിട്ടാണ് പേര് പറയാണ്ടിരുന്നതും അവന്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് നാടേതാന്നൊക്കെ പറയാണ്ടിരുന്നത്. നല്ല കാര്യം. എന്നിട്ടിപ്പോ സർഫലിയുടെ കാര്യം എന്തായി കാണും? താൻ കല്യാണം കഴിക്കുന്ന ഇയാളുടെ പേര് പുറത്തു പറയണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടായിരുന്നു ഷാജിദ ഷാജി അവരുടെ പേര് വെളിപ്പെടുത്താതിരുന്നത് എന്ന് ഷാജി പറയുന്നു. അവർ ഫസ്റ്റ് ഞാനും മക്കളും കൂടിയിട്ടുള്ള ടൈമില് ഇവര് കല്യാണം കഴിക്കില്ലേ എന്നുള്ള കമന്റ്സ് ആണ് കൂടുതലിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല രീതിയിലല്ലേ ചോദിച്ചത്. കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോ ഇവർക്ക് ഞാൻ കല്യാണം കഴിക്കുന്നത് തെറ്റായി തോന്നി. കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഞാനതൊരു എനിക്ക് നല്ല ആള് വന്നാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഇവര് വേറെ അപ്പൊ ഇവരുടെ കമന്റ്സ്, ഇവള് ഈ 5 മക്കളിനെ ഇട്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ആ ഒരു ഇതിലായി. അപ്പൊ ഇവരെന്തിനാ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു തീരുമാനം എടുത്താൽ അപ്പൊ വേറൊരു ഇങ്ങനത്തെ കമന്റ്സ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു, അങ്ങനെയുള്ള കുറച്ച് കമന്റ്സുകൾ വരാൻ തുടങ്ങി. അതാണ് മാറി മാറിയിട്ട് ഇവര് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഇപ്പൊ ഇവര് പറഞ്ഞ എനിക്ക് അഹങ്കാരം ഉണ്ട്, എനിക്ക് പൈസ വരാൻ തുടങ്ങി, ലക്ഷങ്ങൾ വരാൻ തുടങ്ങി, അപ്പൊ അവളുടെ അഹങ്കാരം അവള് കാണിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. പക്ഷെ എല്ലാം സ്വന്തം വരുത്തി വെച്ചിട്ട് ഇപ്പോൾ കുറ്റങ്ങളെല്ലാം സബ്സ്ക്രൈബേഴ്സിന്. അടിപൊളി. ഇനി എന്ത് പറയാൻ? എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ പരിപാടി തന്നെ. എല്ലാം വരുത്തി വെച്ചിട്ട് എല്ലാം പിന്നെ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെയായി പ്രശ്നങ്ങളെല്ലാം. സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തും കമൻ്റ് ഇടുന്നവരുടെ ഭാഗത്തും എല്ലായിടത്തും തെറ്റുണ്ടാവാറുണ്ട്. പക്ഷേ എല്ലാം വരുത്തി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒന്നും അറിയില്ല, പറയാനൊന്നുമില്ല. ഏതായാലും വീഡിയോ ഒന്നും പാടെ അല്ല, ഞാൻ പറയട്ടെ, അടുത്തൊരു കണ്ടന്റ് ആയി ഷാജിദ ഷാജി ഇനി കല്യാണം കഴിച്ചിട്ടില്ല, അവള് ഫ്രോഡ്. ഇപ്പൊ എന്തൊക്കെയാ വരുന്നറിയോ? മണി ട്രാപ്പ്. ഇവന് ഞാൻ ലക്ഷങ്ങൾ ഇവന്റെ മേടിച്ചിട്ട് ഇവനെ ഈ ചെറിയ ചെക്കനെ ഞാൻ പെടുത്തിയതാ, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വീഡിയോസ് വരുന്നത്. മണി ട്രാപ്പ് ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത് വലിയ വലിയ സംഭവത്തിലേക്കാണ് എത്തുന്നത്. കാരണം അവന്റെ ഇങ്ങോട്ട് പൈസ മേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ, ഇങ്ങോട്ടൊന്നും അവന്റെ പൈസ മേടിച്ചിട്ട് ഞാൻ ഒരു പരിപാടിയും ചെയ്യാനില്ല. ഷറഫലിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് നമുക്ക് വീഡിയോ കണ്ടപ്പോൾ വോയിസ് കേട്ടപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ട്. പൈസ വാങ്ങിയിട്ടുള്ള മറ്റേ റൌഫിന്റെ കയ്യിൽ നിന്നായിരിക്കും. നിങ്ങൾ പുറത്ത് പോയി ചെയ്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ നന്നായി കറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. എല്ലാം പുറത്ത് വന്നു. കാരണം ഈ വീഡിയോസ് ഒരുപാട് പേര് എടുത്തിട്ടപ്പോ ഇങ്ങനെ എന്റെ വീഡിയോസ് അത്യാവശ്യം പേര് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും പേര് എടുത്തിടുന്ന എനിക്ക് അറിയില്ലായിരുന്നു. എടുത്തിട്ടപ്പോ കൂടുതൽ പ്രശ്നമായപ്പോ അവന്റെ വീട്ടിൽ പ്രശ്നമായി, അങ്ങനെയൊക്കെ കുറച്ച് സീൻസ് ഒക്കെ ആയി. അതുകൊണ്ട് പിന്നെ പേരും കാര്യങ്ങളെല്ലാം വന്നു, നാളും ഒക്കെ വന്നു. പക്ഷെ ഇപ്പോഴും ചെയ്തത് ശരിയാണെന്ന് ഷാജിദയ്ക്ക് തോന്നുന്നു. കാരണം ചെയ്തത് ശരിയല്ല. ഒരിക്കലും ഷാജിദയെക്കാട്ട് ചെറിയൊരു പയ്യനാണ്, ആളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, 26 32 എത്ര ഇപ്പൊ ചെറിയ പയ്യനാ. എനിക്ക് ഞാനും കൂടിയിട്ട് 9 വയസ്സ് വ്യത്യാസം. ഒരു രണ്ടാം വിവാഹത്തിന് രണ്ടാം വിവാഹത്തിന് ഒരു പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇതൊരു ഡ്രാമയാണ്. നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ചോദിക്കില്ല, കാരണം ഇത് തെറ്റായിരുന്നോ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കില്ല. പക്ഷെ ഇതൊരു ഡ്രാമയാണ്. ആ ഡ്രാമ എന്ന് പറയുമ്പോഴത്തേന് ആള് കല്യാണം കഴിച്ചിട്ടില്ല, ആൾക്കിനി ഒരു കല്യാണം വരുമ്പോഴത്തേന് അത് പ്രശ്നമാവും, പിന്നെ ഫാമിലി ഭയങ്കരമായിട്ട് പ്രശ്നമായി. അപ്പൊ ഇതൊക്കെ തെറ്റല്ലേ ഷാജിദ ചെയ്തേ? തെറ്റാണ്. പക്ഷെ ഇത് ഏതായാലും ഷാജി തന്റെ തെറ്റ് സമ്മതിച്ചു. ഞാൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് തന്നെ സമ്മതിച്ചു. ഇവിടെയും ഷാജി പറയുന്നത് എന്താണ്, എല്ലാവരും കൂടി എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ വ്യക്തമായി കാണും. എനിക്ക് വ്യക്തമായി. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനിയൊരു വീഡിയോ ഞാൻ ചെയ്യുകയില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കണ്ടൻറ്റുമായി വരുന്നത് വരെ ബൈ. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.